പക്ഷേ ബി ജെ പി വിട്ട ദേവൻ മിഷൻ ഗുരുദേവ എന്ന് പറയുന്ന ഒരു വലിയ മിഷനുമായിട്ട്, ഒരു വലിയ ലക്ഷ്യവുമായിട്ട് കോൺഗ്രസിലേക്ക് ലയിക്കാനുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ദേവൻ പറഞ്ഞത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ബി ജെ പിയിൽ സാധിച്ചില്ല. എൻ്റെ ആശയം വിഷൻ എന്ന് പറയുന്നത് ഗുരുദേവൻ മുമ്പോട്ട് വെച്ച ആശയമാണ്. അത് ബി ജെ പിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മിഷൻ ഗുരുദേവ എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെത്. ഇപ്പം വി ഡി സതീശനും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, മിഷൻ ഗുരുദേവ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശിവഗിരി സന്ദർശിച്ചപ്പം പറഞ്ഞത് മാഷിനും ഓർമ്മയുണ്ട്, നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുരുദേവൻ സ്വപ്നം കണ്ടൊരു കേരളമുണ്ട്. അതാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യമെന്ന് വി ഡി സതീശൻ, നമ്മളെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുണ്ട്. അപ്പം വി ഡി സതീശന് ദേവനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും മിഷൻ ഗുരുദേവയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മിഷൻ ഗുരുദേവ? ഒരു സ്പിരിച്വൽ പൊളിറ്റിക്സ്, ആധ്യാത്മികപരമായിട്ടുള്ളൊരു രാഷ്ട്രീയം. സ്പിരിച്വാലിറ്റി പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? മതമല്ല ഞാൻ പറഞ്ഞത്, സ്പിരിച്വാലിറ്റി. നമ്മൾ അതിൻ്റെ ഉത്തരം തേടുന്നതിന് മുമ്പേ എന്താണ് ഈ വിഷൻ ഗുരുദേവ എന്നത് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ശരി, തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു, നവകേരള മിഷനായിരുന്നു അതിനകത്ത് മുന്നോട്ട് വെച്ചിരുന്നത്. നവകേരള പീപ്പിൾസ് പാർട്ടി. നവകേരള പീപ്പിൾസ് പാർട്ടി എന്നതിൻ്റെ പേര്. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് നവകേരള നിർമ്മാണമായിരുന്നു. എന്നുവെച്ചാൽ ഒരു പുതിയ കേരളം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ കേരളം നിർമ്മിക്കാനായിട്ട് ദേവനെ പോലുള്ള ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് സമൂഹം അത് വായിക്കുന്നത്? ഒരാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റിയുടെ പുറത്താണ് അയാൾ പറയുന്ന വാക്കുകൾ വായിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ദേവൻ സിനിമയിൽ അഭിനയിക്കുകയും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഐഡിയോളജി ഒന്നും പ്രസരിപ്പിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലാവസ്ഥയിൽ നിന്നാണ് പെട്ടെന്ന് അദ്ദേഹം ഈ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വളരെ വിരളമായിരുന്നു. അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ രൂപപ്പെടും എന്ന് ദേവനോ ദേവൻ്റെ കൂടെയുള്ള ആളുകൾക്കോ ഒട്ടും ബോധ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ദേവൻ ബി ജെ പിയിൽ പോകുന്നത്. അപ്പോൾ ദേവൻ ബി ജെ പിയിൽ പോകുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് മറ്റു പലരും ബി ജെ പിയിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു യാത്രയാണ് എന്നാണ്. ശരിയായിരിക്കാം, അന്നേരത്ത് മറ്റെല്ലാവരും ബി ജെ പിയിലേക്ക് പോയതുപോലെ ദേവനും പോയേക്കാം. ദേവന് ചിലപ്പോൾ ബി ജെ പിയെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ധാരണകളുണ്ടാവും. തെറ്റിദ്ധാരണകൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നാണ്, അല്ലേ? അപ്പോൾ വലിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് അദ്ദേഹം അതിനകത്ത് ചെന്നു. അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. ദേവൻ പറയുന്നത് ഹിന്ദുക്കൾ പോലും ബി ജെ പിയെ ഭയപ്പെടുന്നു എന്നാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ബി ജെ പി ഭയ നിർമ്മാണ ഫാക്ടറിയാണ് എന്നാണ്. നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതൊരു വെറുപ്പ് നിർമ്മാണശാലയാണ് എന്ന് കേട്ടിരുന്നു. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ബി ജെ പി നേതാവ് അതിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് ഒരു വെറുപ്പ് വെപ്പുശാലയിലായിരുന്നു. വെറുപ്പാണ് അവിടെ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തു വരികയും ഒരു സ്നേഹക്കടയിൽ, അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും തുറന്നത് സ്നേഹക്കടയായിരുന്നു, അപ്പോൾ ആ സ്നേഹക്കടയിലേക്ക് ഞാൻ കയറുന്നു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. സന്ദീപ് വാര്യർ എന്തായാലും ഇപ്പോൾ നല്ല കോൺഗ്രസ്സുകാരനായി മാറിയിട്ടുണ്ട്. ദേവനും കോൺഗ്രസ്സുകാരനായി മാറിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് പക്ഷേ സന്ദീപ് വാര്യർ പറഞ്ഞ വാചകങ്ങളോ സന്ദീപ് വാര്യരുടെ വഴികളോ അല്ല ദേവൻ മുന്നോട്ട് വെക്കുന്നത് മാത്രമാണ്. ദേവൻ സതീശൻ പറഞ്ഞതുപോലെ, അതായത് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞതുപോലെ, യു ഡി എഫിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ശ്രീനാരായണ ഒരു സ്വപ്നം കണ്ട കേരളമാണ് എന്നാണ് സതീശൻ പറഞ്ഞത്. അതിനെയാണ് നമ്മൾ മിഷൻ ഗുരുദേവ, അതിനെയാണ് മിഷൻ. ഇപ്പം കഴിഞ്ഞ ദിവസവും കൂടി അതിൽ നമുക്കൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ദേവൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ആദർശം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ മുമ്പോട്ട് വെച്ച ആദർശമാണ്. അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ദേവനും അപ്പം മിഷൻ ഗുരുദേവൻ എന്ന് പറയുന്ന ലക്ഷ്യമുണ്ട്,
UDFനും മിഷൻ ഗുരുദേവൻ എന്ന് പറയുന്ന ലക്ഷ്യമുണ്ട്. ഇവർ രണ്ടുപേരും അപ്പം വേണമെങ്കിൽ സംഗമിക്കാം, സാധ്യതയുണ്ട് വരും ദിവസങ്ങൾ. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് കേരളം നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ മതത്തിന്, ജാതിക്ക്, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ മുകളിലായിട്ട് മനുഷ്യനെ സ്ഥാപിക്കുന്ന ഒരു വലിയ പ്രസ്താവനയാണ്. അതെത്രത്തോളം സതീശനും ദേവനുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. ശരി, ഇപ്പം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. മനുഷ്യൻ്റെ നന്മ കേന്ദ്രീകരിച്ച, മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സാമൂഹ്യ ജീവിത കാലാവസ്ഥയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സതീശൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവനും ശത്രുതാപരമായിട്ടുള്ള രീതിയിൽ കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയും. പാർട്ടി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാ വിഭജനങ്ങൾക്കും, എല്ലാ ഡിവിഷനും അപ്പുറത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു സങ്കല്പം ശ്രീനാരായണ ഗുരുവിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വലുതാണോ ദേവനും സതീശനും എന്നതാണ് നമ്മളെ സംശയത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം. കോൺഗ്രസോ? കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റില്ലേ? അതെ, കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെന്തെങ്കിലും ആയിക്കോട്ടെ, ഇവർക്കൊക്കെ പറ്റും, ഇവർക്ക് ആർക്കും പറ്റില്ല, ഇവർക്കാർക്കും പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ വലിയ നേതാവായിട്ട് ചമഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വിഷം വമിപ്പിക്കുന്ന കുറേയധികം പ്രസ്താവനകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം യഥാർത്ഥത്തിൽ കളങ്കം സൃഷ്ടിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന് തന്നെയാണ്. അപ്പം വെള്ളാപ്പള്ളിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ മറികടക്കേണ്ട അദ്ദേഹത്തെ തള്ളി മാറ്റേണ്ട ഒരു ദൗത്യം യഥാർത്ഥത്തിൽ കേരളത്തിനുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചാരകൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രവാചകൻ കേരളത്തിന് അനിവാര്യമാണ്, കേരള രാഷ്ട്രീയത്തിന് അനിവാര്യമാണ്, അതൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ അനിവാര്യമാണ്. ആ പ്രവാചകത്വം ഏറ്റെടുക്കാൻ ആരാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണെങ്കിലും ഉത്തരം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള, നമ്മളുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയുന്ന മനുഷ്യർക്കൊന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ വലിപ്പമോ ഉയർച്ചയോ അവകാശപ്പെടാനായിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും അങ്ങ് എത്തിച്ചേരാനായിട്ട് പറ്റും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മഹത്വമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം മനുഷ്യ വിമോചക പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു മാർഗദർശിയായിരുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യ വിമോചക പ്രസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നിലനിന്നിരുന്ന ജാതി വിവേചനം എന്ന് പറയുന്നത് എത്രയോ കടുത്തതും അതേപോലെ അപഹാസ്യവുമായിരുന്നു. മനുഷ്യനെ പലതരം ജാതികളായിട്ട് വേർതിരിച്ച് താഴെത്തട്ടിൽ വസിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് മേൽത്തട്ടിൽ വസിക്കുന്നുവെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഒരു തരത്തിലും അടുക്കാനായിട്ട് പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ്. പറ്റാത്ത തരത്തിൽ വിഭജിതമായ ഒരു സമൂഹമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിനകത്ത് കീഴാള മനുഷ്യനൊപ്പം നിൽക്കുന്ന ഒരു വലിയ പ്രതീകമായിട്ട് അദ്ദേഹം മാറിത്തീർന്നു എന്നുള്ളതാണ്. താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക്, ഈഴവർ തൊട്ട് താഴോട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഉയർന്ന ജാതിക്കാരുടെ അടുത്ത് പോകാനോ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനോ ഒന്നും പറ്റുമായിരുന്നില്ല. വഴി നടക്കുന്ന സമയത്ത് തന്നെ ഈ ഈഴവരായിട്ടുള്ള ആളുകളോട് നായർ പ്രമാണിമാരും അതിന് മുകളിലുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് വഴിമാറുടെ കൊട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനിടയിൽ ഇടിക്കും.
അപ്പോൾ ഈ കുട്ടികളെന്ന് വിശേഷിപ്പെടുന്ന ഈഴവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള പുലയന്മാരെയും പറയന്മാരെയും ഇതുപോലെ തന്നെ ഇടിക്കും. എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ ഒരു അധികാര ശ്രേണി, ആ അധികാര ശ്രേണിയിൽ പല തലത്തിൽ പല മനുഷ്യരെ സ്ഥാപിച്ച് വിഭജിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. അനാചാരങ്ങളുടെ ഒരു നെടുമ്പുരയായിരുന്നു കേരളം എന്ന് പറയാം. അത് അടിച്ച് പൊളിച്ച് തകർത്ത് പുതിയ മനുഷ്യരെ നിർമ്മിക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ഇങ്ങോട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പിന്നീട് നമ്മൾ കാണുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഒരിടത്ത് പോയി അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തുമ്പോൾ അതൊരു വലിയ വിപ്ലവമാണ്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് ശിവപ്രതിഷ്ഠയെക്കാളും കൂടുതൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു തലം കണ്ണാടി പ്രതിഷ്ഠ. അതെ, കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രയോഗമാണ് ശരിക്കും പറഞ്ഞത്. കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഓരോ മനുഷ്യനോടും പറയണം, നീ ആ കണ്ണാടിയെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാന്ന് പറയാം. അതായത് ഓരോ മനുഷ്യനോടും പറയുന്നത് അള്ളാഹുവിനെയോ യേശുക്രിസ്തുവിനെയോ പരമശിവനെയോ പ്രാർത്ഥിക്കുന്നതല്ല, കണ്ണാടി തന്നെയാണ് നീ എന്നാണ് പറയുന്നത്. അതായത് നീയാണത്. കണ്ണാടി ചെന്ന് നമ്മളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെയാണ് കാണുന്നത്. ആ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളെയാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മളാണ് ദൈവം എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാണ്ട് മറ്റ് ഒരു രൂപത്തിലും അല്ല, അള്ളാഹുവായിട്ടല്ല ദൈവ ചൈതന്യം മനുഷ്യൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടത്, അവൻ്റെ തന്നെ ആത്മചൈതന്യമായിട്ടാണ് എന്ന ഒരു വലിയ ഫിലോസഫിക്കലായിട്ടുള്ള വേർഷൻ അതിൻ്റെ യഥാർത്ഥത്തിലുണ്ട്. ഇത് അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദാറ്റ് ആർട്ട് എന്ന് പറയുന്നത്, അത് നീ തന്നെയാണ് എന്ന് പറയുന്ന ഉപനിഷത്ത് വാചകമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് നീ തന്നെയാണ് എന്നാണ് പറയുന്നത്, ദൈവം നീയാണെന്നാണ് പറയുന്നത്. തത്വമസി അതാണ്. തത്വമസി അത് തന്നെയാണ്. അപ്പം ഈ തത്വമസി എന്ന് പറയുന്നത്, ദാറ്റ് ആർട്ട് എന്ന് പറയുന്നത്, അത് നീ തന്നെയാണ് എന്ന് പറയുന്നത് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇതിലും നല്ല ഒരു മാർഗമുണ്ടോ? കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് നീ അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പറയുന്ന സമയത്ത് കണ്ണാടിയിൽ നമ്മൾ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെയാണ് കാണുന്നത്. അപ്പം നമ്മളെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? നാം ആരാധിക്കേണ്ടതും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഈ ദൈവത്തിൻ്റെ ചൈതന്യം എല്ലാ മനുഷ്യരിലും ഒരേപോലെയാണ് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ, ശങ്കരനായാലും ശ്രീനാരായണ ഗുരുവൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു വഴിയിലൂടെയാണ് ആ രീതിയിൽ ഫിലോസഫിക്കലായിട്ട് സഞ്ചരിക്കുന്നത്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശങ്കരൻ താഴെത്തട്ടിലുള്ള മനുഷ്യരെയൊന്നും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അദ്വൈതത്തിൻ്റെ, തത്വശാസ്ത്രത്തിൻ്റെ, ഫിലോസഫിക്കലായിട്ടുള്ള ഏറ്റവും ഉയർന്ന മേഖലയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ശങ്കരൻ. ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരെയും സംവാദത്തിന് ക്ഷണിക്കുകയും ആ സംവാദത്തിലേക്ക് അവരെ ഇങ്ങനെ തോൽപ്പിച്ച് പക്ഷേ അവസാനം മറ്റൊരു കഥയുണ്ട്, പറഞ്ഞു തീർത്തിട്ട് സർവജ്ഞ വീടം കയറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ശങ്കരൻ ഒരിക്കലും ഈ താഴെത്തട്ടിലുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയും വികാസവും അവൻ്റെ വിമോചനവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള. പക്ഷേ അതിലൊരു കഥയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സമയത്താണ് ശങ്കരന്റെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും അത് തന്നെ ഈ താഴെക്കടയിലുള്ള ആളും ശിവൻ തന്നെയാണെന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് വരികയും ചെയ്യുന്ന ഒരു കഥയുണ്ട് അതിൽ. അങ്ങനെ ശങ്കരൻ ട്രാൻസ്ഫോം ആവുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ശരിയാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് മെയ്ഡൻ സ്പീച്ചില്, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ കന്നി പ്രസംഗത്തിൽ അദ്ദേഹം ശിവനെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ഇടക്കിടക്ക് ഇപ്പോ രാഹുൽ ഗാന്ധി സകല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഈ ശിവനെ കൂട്ടി എഴുതിട്ട് സംസാരിക്കുന്ന സംഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മിഷൻ ഗുരുദേവൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും ദേവന്റെയും ലക്ഷ്യമായിട്ട് വരും ദിവസങ്ങളിൽ മാറാനുള്ള സാധ്യതയുണ്ട്. ദേവൻ കോൺഗ്രസിലേക്ക് പാർട്ടി അംഗത്വം സ്വീകരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സങ്കല്പമാണ്. പക്ഷെ ഈ മതമല്ല, BJP പ്രചരിപ്പിക്കുന്നത് മതമാണ്. BJPക്ക് തത്വമസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരതീയ ദർശനത്തിന്റെ ഒരു സമ്മഗതി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഈ മതപ്രചാരകരായിട്ട് മാറില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യക്കും കേരളത്തിനും വേണ്ടത് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളൊരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. അത് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അത് എന്ത് മാറ്റമായിരിക്കും, അത് എങ്ങനെയാണ് അതിനെ കൊണ്ടു നടക്കേണ്ടതെന്ന് പറയുന്ന ഒരു വലിയ സംഗതിയാണല്ലോ, ഒരു വലിയ മിഷനാണ്. ശരിയാണ്. അത്
സാധാരണ രീതിയിൽ നമ്മുടെ ഇന്നത്തെ മനുഷ്യർക്ക് പരിചയമുള്ള രാഷ്ട്രീയമല്ല അത്. അതിലും കുറച്ചും വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ രീതികളിലൂടെ, മേഖലകളിലൂടെ സഞ്ചരിക്കാനായിട്ട് കഴിയൂ എന്ന് പറയുന്ന വലിയ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. BJP ഈ മതാധിഷ്ഠിതമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെല്ലാം തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കാവി ഇങ്ങനെ വലിയ തരത്തിലേക്ക് പൊലിപ്പിച്ചവർ കൊണ്ടുവരുമ്പോൾ കാവിക്കെതിരെയുള്ള ഒരു നിറം ശ്രീനാരായണ ഗുരു ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചു. മനസ്സിലായി. അപ്പോൾ അങ്ങനെ മഞ്ഞ നിറം എന്ന് പറയുന്നത് കാവിക്ക് പകരം വെക്കാം എന്ന് കേരളീയരെ പഠിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കാവ്യ ഉദപ്പിക്കൽ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തെ ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതിയ ഒരു രാഷ്ട്രീയമായിരിക്കും. അത് എത്രത്തോളം ഇവർക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയും എന്നെനിക്ക് അറിയില്ല മാത്രം. അതിനാരാണ് തടസ്സമായിട്ട് നിൽക്കുക? അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന അവർ തന്നെയായിരിക്കും. അപ്പോൾ ഗാന്ധി എന്ന് പറയുന്നത്, ഗാന്ധിക്കൊപ്പം പോകാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് പറ്റുന്നുണ്ട്? പറ്റുമോ? പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഓരോരുത്തരുടെ പരിമിതിയാണ്, ലിമിറ്റേഷൻ. ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ലിമിറ്റേഷനാണ്. അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗാന്ധിയിൽ എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ലെന്ന്, ഗാന്ധിയാവാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വശാസ്ത്രത്തെയും ജീവിതക്രമത്തെയും ജീവിത രീതിയെയും ശൈലിയും ഒക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്കൊന്നും ഈ ശ്രീനാരായണനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ട്? ആര് തടസ്സം നിൽക്കുന്നു വെച്ചാൽ അവരവരാണ് അതിൻ്റെ തടസ്സക്കാർ. അല്ല, ജാതി ഒരു വലിയ തടസ്സമാണ്. അതെ, ജാതി എന്ന് പറയുന്നത് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രീനാരായണ ഗുരു ശക്തമായിട്ട് പ്രവർത്തനം നടത്തി. ഈ ജാതി ബോധം ഉണ്ടെങ്കിൽ ശ്രീനാരായണനെ കാണാൻ പറ്റില്ല. കാഴ്ചയ്ക്ക് ഒരു വിലങ്ങ് തടിയാണ് ഈ ജാതി. ജാതി ഇല്ലാതാക്കുക, എന്താണ്, പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു കളയാനാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. പൊടിഞ്ഞു പോയോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായി? അത് പക്ഷെ പോകില്ലെന്ന് നമുക്കറിയാം. ജാതി ചോദിക്കരുത് പറയരുതെന്നൊക്കെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞെങ്കിലും വെള്ളാപ്പള്ളിയുടെ നടശം പറയുന്നത് ജാതി ചോദിക്കണം, പറയണം എന്നാണ്. ജാതി വിഭജനം നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യണം എന്നാണ് വെള്ളാപ്പള്ളി നടശം പറഞ്ഞു. പക്ഷേ വെള്ളാപ്പള്ളിയെ റീപ്ലേസ് ചെയ്യണ്ടേ? വെള്ളാപ്പള്ളിയെ ആര് റീപ്ലേസ് ചെയ്യും? വെള്ളാപ്പള്ളിക്കെതിരെ ഒരുപാട് വർത്തമാനം കേരളത്തിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഹു റീപ്ലേസ് വെള്ളാപ്പള്ളി നടേശൻ? ആരാണ് വെള്ളാപ്പള്ളി നടേശനെ മാറ്റുക? പകരം ആരാണ് വരുന്നത്? അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഇതിനൊക്കെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിന് ഒരു പ്രവാചകനെ ആവശ്യമുണ്ട്. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു പ്രവാചകൻ ഇനി ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് പലരും വിചാരിക്കുന്നുണ്ടാകാം. കാരണം ജാതി ഒക്കെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പത്തി വിടർത്തി ആടിയിരുന്ന കാലത്താണ് ആ പത്തിയൊക്കെ അടിച്ചു പൊളിച്ച് ശ്രീനാരായണ ഗുരു. പക്ഷെ വീണ്ടും ആ ശ്രീനാരായണ ഗുരു അടിച്ചു പൊളിക്കി വെച്ച ഈ സാധനങ്ങളൊക്കെ വീണ്ടും എന്താണ് ജീവൻ വെച്ച് വരുന്ന കാഴ്ച നമ്മൾ കാണും.